കീർത്തി സുരേഷ്, തെന്നിന്ത്യൻ നായിക കീർത്തി സുരേഷിന്റെ കല്യാണം ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞു. അപ്പം അവരുടെ പാരൻസ് ആയിട്ടുള്ള സുരേഷും മേനക സുരേഷും സിനിമ പ്രവർത്തകരാണ്. ഇവരുടെ പണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു വർഷം 1-2 വർഷങ്ങൾക്ക് മുമ്പാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത്. അതായത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടയായിട്ടുള്ള ലവ് ജിഹാദ് കേരളത്തിൽ ഉണ്ട് എന്നും മുസ്ലിം സംഘടനകളായാലും മുസ്ലിമായി ബന്ധപ്പെട്ട് ആളുകൾ പ്രവർത്തിച്ച് പ്രീ പ്ലാൻഡ് ആയിട്ട് പ്രണയിച്ച് ഈ പറയുന്ന മതത്തിൽപ്പെട്ട സ്ത്രീകളെ എന്താ പറയാ പ്രേമിച്ച് അവരെ മതം മാറ്റുന്ന ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളത് അതിന്റെ ഒരു അങ്ങനത്തെ കഥ പറയുന്ന ഒരു സിനിമയാണ് കേരള സ്റ്റോറി. അപ്പൊ ആ സിനിമ കണ്ടു കഴിഞ്ഞ് വന്നിട്ട് അതിന് കുറെ എതിർപ്പുകളും അതിന് സപ്പോർട്ട് ചെയ്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സിനിമ കണ്ടു കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ഈ പറയുന്ന മേനക സുരേഷും അതുപോലെ സുരേഷും പറയുന്ന ഒരു റിവ്യൂ ഉണ്ട്. ജസ്റ്റ് കണ്ടിട്ട് ബാക്കി പറയാം. ഉള്ളതല്ലേ ന്യൂസ് പേപ്പറിലും ടിവിയിലും ഒക്കെ കാണുന്നതും നമ്മുടെ അയൽവക്കത്ത് ഉള്ള ഫ്രണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് തന്നെയാണ് അവർ എടുത്തിരിക്കുന്നത്. ഫാക്ട് ഹേർട്ടിംഗ് ആണ് ഭയങ്കര. Actually, I just saw the film. It's a wonderful film. It has made in a very decent way, and I don't think any militancy or something like that is inside the film. What happened? What has really happened in Kerala? They have shown it in a very decent way. Everyone should watch this film, and they should know what is happening in Kerala. Then, അതായത് കേരളത്തിൽ റിയൽ ആയിട്ട് നടക്കുന്ന സ്റ്റോറി തന്നെയാണ് ഈ സിനിമയിൽ പറയുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഇന്ന് വരെ കേരളത്തിൽ ഈ പറയുന്ന ലവ് ജിഹാദ് തെളിയിക്കപ്പെടാത്തൊരു സംഭവമാണ്. അത് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ ഹിന്ദു സാധാരണ മുസ്ലിം ചെറുപ്പക്കാര് മറ്റു മതത്തിൽപ്പെടുന്ന പെൺകുട്ടികളെ പ്രേമിക്കുകയും കല്യാണം കഴിക്കുകയും അവരുടെ ഇഷ്ടത്തിൽ മതം മാറുകയും ചെയ്തിട്ടുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിന് ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വ്യാഖ്യാനം കൊടുക്കുന്നത് ബിജെപിയും സംഘപരിവാർ സംഘടനകളാണ്. അതായത് മതത്തിലേക്ക് ഒരാളെ കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരാളെ എയിം ചെയ്ത് പ്രണയിച്ച് കൊണ്ടുവരിക. അത് ഒരു മുസ്ലിം നിന്ന് ഹിന്ദുവിലേക്ക് പോവാണെങ്കിലും ഹിന്ദുവിന് മുസ്ലിമിലേക്ക് വരികയാണെങ്കിലും ക്രിസ്ത്യനിലേക്കാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതങ്ങനെയാണ്. അതായത് ഏതൊരു വ്യക്തിയും ഒരു അന്യ മതത്തിൽപ്പെടുന്ന ഒരാളെ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നത് ഈ പറയുന്ന ലവ് ജിഹാദ് ആണെങ്കിൽ ഇവരുടെ മകൾ വിവാഹം ചെയ്തിട്ടുള്ളത് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഇത് ലവ് ജിഹാദ് ആണോ? അതായത് ആ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന പയ്യൻ ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ഈ കീർത്തി സുരേഷ് എന്ന് പറയുന്ന നടിയെ പ്രണയിച്ചത് അവരുടെ മതത്തിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അതാണ്. കാരണം ഇത്തരത്തിൽ ഇറ്റ്സ് ഹേർട്ടിങ് എന്നാണ് പറഞ്ഞത്. അപ്പൊ തിരിച്ചും അങ്ങനെ ഒരു സംഭവം ഇല്ലേ? വേറൊരു മതത്തിന് കല്യാണം കഴിച്ച് അതിന് വേണ്ടിയിട്ടാണോ എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങളോട് വരുന്നുണ്ട്. മറ്റൊരു മതത്തിലേക്ക് കല്യാണം കഴിച്ച് പോവുകയാണെങ്കിലും തിരിച്ചാണെങ്കിലും. അപ്പം ഇവിടെ നമ്മുടെ നാട്ടിലെല്ലാം നടക്കുന്നുണ്ട്. ഹിന്ദു സ്ത്രീ മുസ്ലിം ആയിട്ടുള്ള ഒരാണിന്റെ കൂടെ കല്യാണം കഴിച്ച് മതം മാറുന്നുണ്ട്. നേരെ തിരിച്ചു സംഭവിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അതിലൂടെ പേഴ്സണൽ ചോയ്സ് ആണ്. നമ്മുടെ മൗലിക അവകാശങ്ങളിൽ പെട്ടതിലാണ് ഏത് കല്യാണം കഴിക്കാം, ഈ മതം സ്വീകരിക്കാം. ഈ മതം വേണ്ടെങ്കിൽ വേണ്ട. അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ തന്നെയുള്ള കേരളം. ഇനി എന്തായാലും താഴെ വന്നിട്ട് 2-3 കമന്റ് ഉണ്ടെന്ന് വായിക്കണം തോന്നി. ഒന്നാമത്തതാണ്, കേരള സ്റ്റോറി ഒന്നുകൂടി കാണണം കേട്ടോ സുരേഷ് ചേട്ടാ, മേനക ചേച്ചി, എന്നിട്ട് അഭിപ്രായം കൂടി പറയണേ, ഞങ്ങൾ കാത്തിരിക്കുന്നു. അടുത്തത്, ഇത് മാറ്റി പറയാൻ സാധ്യതയുണ്ടോ എന്നാണ്. അതെ. ഇനി എന്താണ് അഭിപ്രായം? ചിലരുടെ അഹങ്കാരം മക്കളോട് അങ്ങ് നിൽക്കും എന്ന്. അത് മക്കള് പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. അപ്പം ഇനിയിപ്പോ അതിനെ ന്യായീകരിക്കുക അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞ പോലെ വലിയ സെലിബ്രിറ്റികളെ സംബന്ധിച്ചുള്ള ഒരു വിഷയമേ അല്ല. ഇഷ്ടംപോലെ ആളുകളുണ്ട്. പക്ഷെ ഇത് ഈ ഡയലോഗ് പറഞ്ഞുകൊണ്ട് നമ്മളോട് എടുത്തിട്ടുണ്ടോ? അത് വീണ്ടും പറയുന്നു. നാണുണ്ടോ മേനക? പറഞ്ഞത് ഓർമ്മയുണ്ടോ? കേരള സ്റ്റോറി കണ്ടിറങ്ങിയപ്പോ തിരിച്ചടിച്ചില്ലേ കുലസ്ത്രീ മേനക? നമ്മളുടെ കമന്റ് ആണ്. അപ്പോ ഇങ്ങനെ 2-3 അവസ്ഥ. ഒരുപാട് കമന്റ്സ് ഈ രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ എന്താണെന്നറിയോ, ഇത് ഒരു സംഭവം കണ്ടിട്ട് അപ്പത്തെ ചിന്ത അവരുടെ എന്താണെന്ന് നമുക്ക് അറിയില്ല. ഒരു പക്ഷെ ആ സിനിമ കണ്ടവർക്ക് ഭയങ്കര ഹേർട്ടായിട്ട് അവർ പറഞ്ഞതാണോ, അതല്ലെങ്കിൽ ഇവരുടെ ഉള്ളിൽ ഈ ഹിന്ദുത്വ ബോധം ഉള്ളത് കൊണ്ടാണോ എന്നൊക്കെ അവരെന്നെ പറയാം. പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നമ്മളെ അയൽപക്കത്തൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. എവിടെ നടന്നു, ഏത് അയൽപക്കത്ത് നടന്നു എന്നുള്ളതാണ്. നടന്നു. ഇവര് പറയണം, ഒരാള് ഇപ്പോ
മറ്റൊരു മതത്തിൽ ഉണ്ടായിരുന്ന ആള് ആ മതം വിട്ട് വേറൊരു മതത്തിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അത് നടക്കുന്നുണ്ട് ഒരുപാട്. പക്ഷെ കേരള സ്റ്റോറി കേരള സ്റ്റോറിയിൽ പറഞ്ഞ് ഫോഴ്സ്ഫുള്ളി അജണ്ട വെച്ച് ഒരു മതത്തിലേക്ക് ആളെ കൂട്ടുന്ന ഉദ്ദേശം മാത്രം വെച്ച് അഭിനയിച്ച്, അതായത് പ്രണയം നടിച്ചു കൊണ്ടുവരുന്നതാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അവർ പിന്നീട് ഹാപ്പി ആയിട്ട് ജീവിച്ചിട്ടുണ്ടോ, അവർ ഓക്കെ ആണോ, അവർ ആത്മാർത്ഥമായി പ്രണയിച്ചതാണോ, ആ കുട്ടിയുടെ സ്വയം ഇഷ്ടപ്രകാരം അവർ മതം മാറിയതാണോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഒന്നും കൺസിഡർ ചെയ്യാതെ ഒരു 2-2.5 മണിക്കൂറുള്ള സിനിമ, അതും BJP-യുടെ അജണ്ട മുന്നോട്ട് വെക്കുന്ന രീതിയിൽ മാത്രം കേരളത്തിനെ ഫോഴ്സ്ഫുള്ളി എയിം ചെയ്ത് ഇറക്കിയിട്ടുള്ള ഒരു സിനിമ. പേരനെ കേരള സ്റ്റോറി എന്നല്ല, കേരളത്തിൽ നടക്കുന്ന സ്റ്റോറി, കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ആ രീതിയിൽ ചെയ്തേ. നോർത്ത് ഇന്ത്യയിലടക്കം, നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ വിജയമുണ്ട് സിനിമ, കേരളത്തിൽ വേണ്ടത്ര ഓടിയിട്ടില്ല. വേറെ കാര്യം, കേരളക്കാരെ പക്ഷെ ഇങ്ങനത്തെ കുറച്ച് ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും കുറച്ചൊക്കെ ഷോസുകൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ 90% ആളുകളും എന്താ പറയാ, നീർഗം തലക്ക് അടച്ചു. നമുക്ക് അറിയുന്ന എത്രയോ ആളുകളുണ്ട്. ഇതൊക്കെ വെറുതെ ആളുകൾ കെട്ടിച്ചത്. ഇത് പാർലമെന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് കേരളത്തിൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഒരു തെളിവും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ളത്. ഒരാള് മാത്രമല്ല, ഒരാള് ഇങ്ങനെ മതം മാറുന്നുണ്ടെങ്കിൽ അതിന്റെ കീഴിൽ എന്തെങ്കിലും ബേസിക്കലി വേറെ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഒരാൾ മതം മാറി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗൂഢാലോചന നടക്കണം. അതിന് ഗൂഢാലോചന തെളിയിക്കുന്ന എന്തെങ്കിലും തെളിവുകളാണ്. അതെ, അത് അവരുടെ സ്വയം ഇഷ്ടമാണോ, പോലീസിൽ ചെയ്തിട്ടുണ്ടോ, പോലീസിൽ പറഞ്ഞിട്ടുണ്ടോ, നിയമപരമായിട്ടാണോ എന്നൊക്കെയുള്ള കുറെ ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള ഡയലോഗ് പറയാൻ. അപ്പൊ പണി ഏത് വഴിക്കാ വരികയെന്ന് പറയാൻ പറ്റില്ല. കർമ്മ എന്ന് പറഞ്ഞതാണ്. അതെ, ഇനിയിപ്പോ ഇവര് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റി പറയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇനിയിപ്പോ മാറ്റി പറയേണ്ടി വന്നാലോ? കൊള്ളാം, എന്തായാലും പൊളിച്ചിട്ടുണ്ട്.